നമ്മുടെ സമൂഹം എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യണ പ്രശ്നങ്ങൾ ഇപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും. ബോഡി ഷേമിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാളുടെ സ്കിൻ ടോണിന്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വയ്യായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾ ഡിഫറെന്റ് ഏബിൾഡ് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ കൂട്ടുകാരന്മാർ പോലും കളിയാക്കണ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ മിക്കപ്പോഴും നമ്മൾ കാണണം. അപ്പൊ ആ ഇങ്ങനെ ഉള്ള ഒരാളുടെ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് തലവര. അപ്പൊ തലവര മൂവി റിവ്യൂമായിട്ട് ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തലവര കണ്ടു. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള സിനിമ, 2 മണിക്കൂർ 2 മിനിറ്റ് അങ്ങനെ എന്തുള്ളൂ സിനിമ ഡ്യൂറേഷൻ. ഫസ്റ്റ് പടം തുടങ്ങി കുറച്ച് ഒരു ലാഗുള്ള പോലെ ഫീൽ ചെയ്തെങ്കിലും പടം അതിന്റെ ആ ഒരു ഡെപ്തിലേക്ക് എത്തുമ്പോഴത്തേനും പിന്നെ നമ്മൾ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ മിങ്കിളായി പോകുന്ന വിധത്തിലായിരുന്നു പടത്തിന്റെ സ്റ്റോറി ടെല്ലിംഗ്. ഐ മീൻ പടം ബേസിക്കലി നടക്കുന്നത് കേരളത്തിൽ പാലക്കാടിലാണ്, തമിഴ്നാട് ബോർഡർ അടുത്തുള്ള ആ ഒരു ഡിസ്ട്രിക്ട്. അപ്പൊ പാലക്കാടിന്റെ അതിൻ്റെതായിട്ടുള്ള ഭാഷ അത് എല്ലാ ആക്ടേഴ്സും, ഈവൻ അർജുന അശോകനാണെങ്കിൽ പോലും അത് വിടാണ്ട് ആ പാലക്കാട് സ്ലാങ് തന്നെ പിടിച്ചുകൊണ്ട് ആണ് പടത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ആ ഒരു റീജിയണൽ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, ആ സ്ലാങ് എങ്ങനെയായിരിക്കും, അങ്ങനെ തന്നെയാണ് പടത്തിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ അത് ഒരു കിടിലൻ മൂവ് ആയിട്ട് തോന്നി. കാരണം പടത്തിൽ മിക്ക പടത്തിലും പ്രദേശം ഒക്കെ കാണിച്ചെങ്കിലും സ്ലാങ്ങില് അർജുന അശോകൻ മെയിനായിട്ട് അത് മിസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പടത്തിൽ അത് വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ ആ പ്രദേശം കാണിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഒരു ഉത്സവം കാണിക്കുന്ന സീനിലേക്ക് ശരിക്കും കേരളത്തിലേക്ക് ഒരു ഉത്സവം കാണിക്കുമ്പോൾ ഓൾമോസ്റ്റ് ചെണ്ടറ BGM ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കഴിക്കണം. പക്ഷെ ഈ പടത്തിൽ വന്നപ്പോ അത് ആ പടത്തെ ആ ഒരു സ്പെഷ്യൽ ആ തമിഴ്നാട് ബേസ് ആയിട്ടുള്ള ഒരു കൊട്ടുണ്ടല്ലോ, അപ്പൊ അതിൻ്റെതൊക്കെ തീമിലൊക്കെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും പടത്തിന് ലാൻഡ്സ്കേപ്പ് കാണിക്കുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കാണിക്കുമ്പോഴൊക്കെ ആ പാലക്കാട് അല്ലെങ്കിൽ തമിഴ്നാട് ടച്ച് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് പടം ഫുള്ള് പോകണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ പടത്തിന്റെ ഏറ്റവും പോസിറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ്. അതിലെ എല്ലാ ആക്ടേഴ്സും കിടലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അർജുന അശോകനായാലും അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ, അച്ഛനായിട്ട് അശോകന ചെയ്തേക്കുന്നത് പുള്ളിയൊക്കെ കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ലെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് പുള്ളി ആ ക്യാരക്ടർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ ക്യാരക്ടേഴ്സ്, അളിയന്റെ ക്യാരക്ടർ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ കിടലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പറയാനുള്ളത് ലീഡ് റോൾ ചെയ്തേക്കണത്, ഐ മീൻ അർജുന അശോകനാണെന്നുണ്ടെങ്കിലും ആക്ട്രസ് ആയിട്ട് രേവതി ശർമ്മ. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കണ്ടേക്കണ ഗരുഡ എന്ന മൂവിയിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ആക്ട്രസിനെ. അപ്പൊ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുന അശോകന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ആ പടം പുള്ളിയുടെ ഷോൾഡറിൽ തന്നെയാണ്, ഫുള്ള് പോണ കഥാപാത്രത്തിന്റെ ഷോൾഡറിൽ തന്നെയാണ്. അപ്പൊ അത് കിടലായിട്ട് ഉള്ള ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീല് നമുക്ക് ആ പുള്ളി എന്താണോ എക്സ്പ്രസ് ചെയ്യണ ആ ഫീല് നമുക്ക് കിട്ടണ്ടായിരുന്നു. അതേപോലെ തന്നെ സപ്പോർട്ടിങ് ആയിട്ട് ഈ ആക്ട്രസും രേവതി ശർമ്മയും കിടലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തമിഴ് ഓറിയന്റഡ് ആയിട്ടുള്ള റീജിയനിൽ നിന്നൊരു പെണ്ണായിട്ടാണ് ആ ക്യാരക്ടറെ കാണിച്ചേക്കുന്നത്. തമിഴ് ഫ്ലുവൻസി അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഈ മലയാളം തമിഴ് കലർത്തി അങ്ങനത്തെ ഒരു സീനിലേക്കൊന്നും പോയിട്ടില്ല. പ്രോപ്പർ ആയിട്ട് തമിഴ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ആ പെണ്ണും അടിപൊളിയായിട്ട് തന്നെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ കഥയോ ഭയങ്കര ഹ്യൂമറോ അല്ലാന്നുണ്ടെങ്കിൽ ഫീൽ ഗുഡോ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. ജസ്റ്റ് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് നമുക്ക് പോവുക, പടം കാണുക. എല്ലാം നമ്മുടെ ഒരു കോമൺ മാന്റെ ലൈഫിൽ മിക്കപ്പോഴും കാണുന്ന എല്ലാ സിറ്റുവേഷൻസും പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ കൂടി ജീവിച്ചു പോണവരുടെ അവസ്ഥ, അവര് നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് കഥ മെയിൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഓവറോൾ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ കിടിലൻ പടം, പോയി കാണാം എന്നും പറഞ്ഞ് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട. ഇന്റർവെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സെന്റിമെന്റൽ ടച്ച് ആണ്. അതേപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴും ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് തോന്നും. പക്ഷെ പെട്ടെന്ന് പടം തീർന്നു തോന്നും. ഇങ്ങനെ അയ്യോ ഇത്ര പെട്ടെന്ന് തീർന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെ നിർത്താൻ പറ്റുള്ളൂ. ആ മൂവ് അടിപൊളിയായിരുന്നു, ആ പടം അങ്ങനെ നിർത്തിയത്. അപ്പൊ എന്തുകൊണ്ട് നോക്കിയാലും നൈസ് മൂവി. എല്ലാം കൊണ്ടും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം, ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് കാണാൻ പറ്റും. നിലവിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കൂലിയും മാത്രമേ ഉള്ളൂ, ഐ മീൻ മലയാളം ഓർ തമിഴ് ലാംഗ്വേജിൽ ഉള്ള പടം. അപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോ തലവര ഒബ്വിയസ്ലി കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പൊ ഡു വാച്ച് തലവര ഇൻ തിയേറ്റേഴ്സ്. അപ്പൊ ചെറിയ വീഡിയോ ഇഷ്ടമായി കേൾക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമന്റ് ചെയ്യുക, വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക.